പൂവത്തൊഴിൽ എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ വിഘ്നേഷ് കെ രാജയുടെ അടുത്ത സിനിമ വരുന്നു. ധനുഷായിരിക്കും സിനിമയിൽ നായകനായി എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ സിനിമ വേൽ ഫിലിംസ് ആയിരിക്കും നിർമ്മിക്കുക. ശിവകാർത്തികൻ മുരുകദാസ് കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രമാണല്ലോ SK-23. സിനിമയുടെ ഒരു ടൈറ്റിലിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ ഇതാ സിംഗനട എന്നായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാജമൗലി അടുത്തായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ മഹേഷ് ബാബുവിനെ നായകനാക്കിയിട്ടുള്ള ചിത്രം. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ ഇത് ഓഗസ്റ്റ് മാസം വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഈ വർഷം അവസാനമായിരിക്കും ആരംഭിക്കുക. സൽമാൻ ഖാനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുമെന്ന് നേരത്തെ റൂമറുകളെല്ലാം വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമ ഒരു ഡ്യുവൽ ഹീറോ സബ്ജക്റ്റ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സൽമാൻ ഖാനെ കൂടാതെ തന്നെ സൗത്തിൽ നിന്ന് വലിയൊരു സ്റ്റാർ ഈ സിനിമയിൽ എത്തിയേക്കുമെന്നാണ് പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. ഈ സിനിമ ഒരു പക്ക ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രവും കൂടിയാണ്. ദുൽഖറിന്റെ അടുത്തായി റിലീസിനെത്തുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ. സിനിമ സെപ്റ്റംബർ മാസമാണ് ഇപ്പോൾ ഒഫീഷ്യലായി റിലീസ് ചെയ്തെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമ ഇപ്പോഴത്തെ ഓഗസ്റ്റ് 15 റിലീസ് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ധ്രുവ് വിക്രമിനെ നായകനാക്കി സുധാ കോങ്കരെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു. ഈ ചിത്രം ഒരു ലവ് സ്റ്റോറി ചിത്രമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയ്ക്ക് GV പ്രകാശ് ആയിരിക്കും മ്യൂസിക് എല്ലാം ചെയ്യുക. സിനിമ നിർമ്മിക്കുന്നത് ശാന്തി ടാക്കീസും. സിനിമയുടെ ഷൂട്ടെല്ലാം തുടങ്ങുക നവംബറിലും കൂടിയായിരിക്കും. പ്രഭാസ് നായകനാവുന്ന ചിത്രമാണ് കൽക്കിയുടെ എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോൾ കമൽഹാസന്റെ ക്യാരക്ടർ നെയിമിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സുപ്രീം യാഷ്കിൻ എന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയുടെ സെൻസറിങ് കംപ്ലീറ്റ് ആയി ഇപ്പോഴത്തെ US സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ ദൈർഘ്യം 3 മണിക്കൂറിനടുത്തുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ദാദ എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ ഗണേഷ് കെ ബാബുവിൻ്റെ അടുത്ത സിനിമ വരുന്നു. സിനിമയിൽ ഇപ്പോഴത്തെ നായകനായി ജയം രവി എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൽമാൻ ഖാനെ നായകനാക്കി മുരുകദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സിക്കന്ദർ എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോൾ വില്ലൻ വേഷത്തിൽ മലയാളത്തിൽ നിന്നും ഫഹദ് ഫാസിൽ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സത്യാജും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ മുംബൈയിൽ ആരംഭിച്ചിരിക്കുകയാണ്. സുരാജിന്റെ കരിയറിൽ തന്നെ കൂടുതൽ ഫാൻ ബേസുള്ള ഒരു കഥാപാത്രമായിരിക്കും ദശമൂലം ദാമു. ഈ ദശമൂലം ദാമു എന്ന ക്യാരക്ടറിനെ വെച്ചൊരു സിനിമ വരുന്നു. സിനിമ സംവിധാനം ചെയ്യുക ഇപ്പോഴത്തെ ഡിജോ ജോസ് ആന്റണി ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സുരാജ് ഇപ്പോൾ ഇന്റർവ്യൂവിൽ കൺഫേം ആക്കിയിട്ടും കൂടിയുണ്ട്. ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളും ഷാഫിയും കൂടിയായിരുന്നു. അവർക്ക് പകരം ഇപ്പോഴത്തെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുമെന്നാണ് ഇപ്പോൾ സുരാജ് തന്നെ പറഞ്ഞിരിക്കുന്നത്. തമിഴിൽ നിന്ന് ഇപ്പോഴത്തെ അടുത്ത വമ്പൻ ക്ലാഷ് റിലീസുകൾ വരുന്നു. ചെൻവിക്രം ചിത്രമായ തങ്ക്ലാനും അരുൺ വിജയുടെ സിനിമയായ വണങ്ങാനുമാണ് ക്ലാഷ് റിലീസായി എത്തുന്നത്. ഈ രണ്ട് സിനിമയും ഇപ്പോൾ ഓഗസ്റ്റ് മാസം 15 റിലീസിന് എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയ് ചിത്രമായ തളപതി 69 എന്ന സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നു. ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിജയുടെ സാലറി എന്ന് പറയുന്നത് 275 കോടിക്ക് അടുത്തുണ്ടാവുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ.